ആ ഒരു ദേശത്ത് നിന്നും മറ്റൊരു ദേശത്തേക്ക്, മറ്റൊരു പള്ളിയിലേക്ക് ആ ഒരു ഗീവർഗീസ് സാദ തൻ്റെ കുതിരപ്പുറത്ത് പോകുന്നു, തൻ്റെ വെളുത്ത കുതിരപ്പുറത്ത് പോകുന്നു എന്നുള്ള ആ ഒരു കേൾവിയാണ് പലരും രാത്രിയിൽ കേൾക്കുന്നതെന്നുള്ള രീതിയിലേക്ക് ഞാൻ മണ്ണ് വാരി എന്നെ മേളിൽ എറിയാൻ വേണ്ടി നോക്കി. മണ്ണ് വാരി എറിഞ്ഞുകൊണ്ടിരുന്നപ്പോഴും അത് പോയില്ല. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ ദൈവത്തിൽ വിശ്വസിച്ചോളൂ, പക്ഷേ ഇങ്ങനെ പരസ്യമായിട്ട് പറയരുത് എന്നുള്ള രീതിയിലേക്ക് പറയുന്നുണ്ട്. അപ്പോൾ ദൈവനെ ആരാധിച്ചാൽ നിനക്ക് ഇവിടെ വലിയ പദവി അധികാരങ്ങളും തരാമെന്നും ഒക്കെ പറയുന്നുണ്ട്. എങ്കിലും അത് സമ്മതിക്കാം എന്നായിട്ട് അദ്ദേഹം അത് സമ്മതിച്ച് മുമ്പോട്ട് പോയെന്നുമാണ് പറയുന്നത്. ഹലോ, എവർക്കും മാർട്ട് ഫെയിം സാദിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മാത്യു തോമസ് പണിക്ക് വീട്ടിൽ. രോഗം വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, കഷ്ടപ്പാടുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിലൊരു നൊമ്പരം വരുമ്പോൾ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരൊക്കെ പൊതുവേ, അതായത് ഒരു 70-80% ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരും മറ്റ് ജാതി മതസ്ഥരുമായിട്ടുള്ള ആൾക്കാരുമൊക്കെ വിശ്വാസത്തോടെ വിളിക്കുന്ന ആ ഒരു നാമധേയമുണ്ട്. തൻ്റെ ചെറുപ്പകാലത്ത് തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞതിനെ തുടർന്ന് മരണം വരിക്കേണ്ടി വന്ന ആ ധീര യുവാവിൻ്റെ കഥ. സൈന്യാധിപനായിരുന്ന ആ ശക്തനായ പടയാളി എങ്ങനെയാണ് വിശുദ്ധനായി മാറിയത് എന്നുള്ള കഥ. ഓരോ മനുഷ്യരുടെയും ആശ്രയമായും ആലംബമായും ഇന്നും എങ്ങനെ വർത്തിക്കുന്നു എന്നുള്ള കഥ. ഏതൊരാളുടെയും മനസ്സിനെയും ആഗ്രഹങ്ങളെയും തൻ്റെ വിശ്വാസങ്ങളെയും ഇടചേർത്ത് ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുന്ന ആ മധ്യസ്ഥൻ്റെ കഥ. അതെ, ഗീവർഗീസ് പുണ്യാളൻ്റെ കഥ. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുവാനും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുവാനും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ ഗീവർഗീസ് സാദ എന്ന് പറയുന്ന ആ ഒരു പുണ്യാളൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഴത്തിൽ വേരോടിയിട്ടുള്ളൊരു വിശ്വാസത്തിൻ്റെ ചരിത്രം കൂടിയാണ്. തൻ്റെ യൗവനകാലത്ത് കൊല്ലപ്പെട്ട ആ ഒരു വീര പടയാളിയുടെ കഥ ശരിക്കും നമ്മളെ വിശ്വാസത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നതാണ്. നമുക്ക് നൽകുന്ന ആ ഒരു ആശ്വാസത്തിൻ്റെ ആഗ്രഹ പൂർത്തീകരണങ്ങളുടെ, തൻ്റെ നൊമ്പരങ്ങളുടെ തൻ്റെ കൂടപ്പുറപ്പിനെ പോലെ കൂടെ ഉണ്ടാവും എന്ന് കരുതുന്ന ആ ഒരു പുണ്യാളൻ്റെ കഥ ശരിക്കും ഓരോ മനുഷ്യനും ഇൻസ്പയർ ആകുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ വിശ്വാസവും ഭക്തിയും ഒക്കെ ആയതുകൊണ്ട് ശരിക്കും എനിക്ക് അറിയാവുന്നതും ഞാൻ ശേഖരിച്ചിട്ടുള്ളതുമായിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ തെറ്റുകുറ്റങ്ങളുണ്ടാവും, തീർച്ചയായിട്ടും നിങ്ങളത് തിരുത്തണം. അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ തിരുത്തലുകളും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ മുൻപോട്ട് പോവുകയാണ്. കൂടാതെ നിങ്ങൾക്ക് ഗീവർഗീസ് സാദയിൽ വിശ്വാസം ഉണ്ടായിട്ടോ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് എഴുതിയിടാവുന്നതാണ്. ഒരുപാട് പേര് അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ പറയാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഒരുപാട് ദേശങ്ങളിലെ കഥകൾ പലതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കഥകളോ ചരിത്രങ്ങളോ ഒക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ അതുകൂടെ എഴുതിയിടാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനകളോ അപേക്ഷകളോ ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് എഴുതിയിടാം. ലോക ക്രൈസ്തവ ജനതയിൽ ഒരു മധ്യസ്ഥൻ എന്നുള്ള രീതിയിൽ കാണുന്നതിൽ കന്യക മറിയാമിന് ശേഷം പരിഗണിക്കപ്പെടുന്ന ഏറ്റവും വലിയൊരു പേരാണ് ഗീവർഗീസ് പുണ്യാളൻ അഥവാ സെൻറ്റ് ജോർജ് എന്നുള്ള പേര്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രിസ്ത്യാനികളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു പേരാണ്. ഒരു മധ്യസ്ഥൻ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. അതായത് കർത്താവിൻ്റെ ഏറ്റവും അടുത്ത്, കർത്താവിനോട് അത്രയും വിധേയത്വം ഉണ്ടായിരുന്ന, കർത്താവിൻ്റെ വിശ്വാസങ്ങളെ, യേശുവിൻ്റെ ന്യായപ്രമാണങ്ങളെ അതുപോലെ സ്നേഹിച്ച് തൻ്റെ വിശ്വാസത്തെ അചഞ്ചലപ്പെടുത്താതെ, തൻ്റെ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി നിർത്താതെ അത് ഉറച്ചു നിന്ന് മരണം വരിച്ച ഒരു മനുഷ്യനാണ് ഗീവർഗീസ് സാദ എന്ന് പറയുന്നത്. ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത് AD 260-നും 280-നും ഇടയിലാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു കൃത്യമായ വർഷം ശരിക്കും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിലും ഏകദേശം ഈ ഒരു സമയത്താകാം എന്നാണ് പറയപ്പെടുന്നത്. ഏഷ്യ മൈനറിലെ കപ്പദോക്യ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത്. അതായത് ഇന്നത്തെ ടർക്കി എന്ന് പറയുന്ന സ്ഥലമാണെന്ന് പറയുന്നു, പാലസ്തീൻ എന്ന് പറയുന്ന സ്ഥലമാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പലരുടെ ആശയങ്ങളിലൂടെ. അപ്പോൾ ടർക്കി എന്നുള്ള സ്ഥലമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്ഥലത്ത് ജനിച്ചത് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ സൈന്യത്തിൻ്റെ തലവനായിട്ടുണ്ടായിരുന്ന ഒരാളുടെ മകനായിട്ടാണ് ഗീവർഗീസ് സാദ ഭൂമിയിലേക്ക് ജാതം ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം മരണപ്പെടുകയാണ്. അതായത് പിതാവ് മരണപ്പെടുന്നുണ്ട്. പിതാവ് മരണപ്പെട്ടതും രക്തത്തോടഴിഞ്ഞ് തൻ്റെ ആ ഒരു വിശ്വാസത്തെ ഏറ്റുപറഞ്ഞതുകൊണ്ട് തന്നെയാണ്. കാരണം ഒരു വലിയ ക്രൈസ്തവ വിരോധം ആ ഒരു സമയത്ത് മുന്നോട്ട് വന്നിരുന്നു. നീറോ ചക്രവർത്തിമാർ തൊട്ട് 10 ചക്രവർത്തിമാർ ശരിക്കും പറഞ്ഞാൽ വലിയ അക്രമങ്ങൾ അയച്ചുവിട്ടിരുന്ന, ക്രിസ്തീയതയ്ക്ക് നേരെ വലിയ അക്രമങ്ങൾ അയച്ചുവിട്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു. ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് പേര് പല രീതിയിൽ കൊല്ലപ്പെടുന്ന ആ ഒരു സമയമായിരുന്നു അത്. നമ്മൾ ആ കഥകളിലേക്ക് നോക്കുകയാണെങ്കിൽ ക്രിസ്തീയ വിശ്വാസമുള്ളവർ എണ്ണയ്ക്കകത്ത് മുക്കിയിട്ട് ഉദ്യാനങ്ങളിൽ വിളക്കായി കത്തിച്ച് വയ്ക്കുക. അതായത് അവരുടെ ശരീരത്തെ തീ കൊളുത്തിയിട്ട് ആ ഒരു തീയിലൂടെ വെളിച്ചം കാണുക എന്നുള്ള രീതിയിലേക്ക്. അതായത് ഉന്മൂലനം ചെയ്യാൻ പല വഴികളുണ്ട്. നിങ്ങൾ ആ വിശ്വാസത്തിൽ നിന്ന് മാറണം, നിങ്ങളെ കൊല്ലുന്നതിലല്ല മറിച്ച് നിങ്ങൾ അതിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ വിളക്കായിട്ട് കത്തിച്ച് വയ്ക്കുക, ഈ
തൊലി അത് ആ ശരീരത്തിൻ്റെ ആ ഒരു സ്കിന്ന് പറിച്ചെടുക്കുന്ന രീതിയിലേക്ക് പോവുക, ചിരണ്ടിയെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക. പിന്നീട് ആ ഒരു തിളച്ച എണ്ണയിലേക്ക് അവരെ തള്ളിയിടുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ കൂടാതെ മറ്റൊരു ശിക്ഷാരീതിയായിരുന്നു അവിടുത്തെ ഈ വീലിൽ, അതായത് ചക്രത്തിൽ കത്തികൾ ഘടിപ്പിച്ച ചക്രം പലവട്ടം ഇങ്ങനെ കറക്കുന്നതിൻ്റെ അടുത്ത് അവരെ കൊണ്ട് നിർത്തിയിട്ട് അവരുടെ ശരീരത്തേക്ക് ആ ഒരു കത്തി കുത്തി കയറുന്ന രീതിയിൽ പല വലിയ മുറിവുകൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് ഒക്കെ അവരെ ശിക്ഷിക്കുന്ന ആ ഒരു രീതി. നിങ്ങളുടെ വിശ്വാസം തള്ളിപ്പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പോളോ ദേവനെ സ്തുതിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡയോക്ലീഷ്യൻ ചക്രവർത്തിമാരും അതിനു മുമ്പുള്ള നീറോ ചക്രവർത്തി വരെയുള്ള ആൾക്കാർ ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ഒരു വിശ്വാസ വിരോധം. അപ്പം അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്, ഈ വിശ്വാസത്തെ ഏറ്റുപറയുന്ന ഫലമായിട്ടാണ് ഗീവർഗീസ് സദായുടെ പിതാവ് മരണപ്പെടുന്നത്. അതിനുശേഷം തൻ്റെ അമ്മ അതിനെ വളരെ വിശ്വാസത്തോടെ തന്നെ വളർത്തി. ക്രിസ്തീയ വിശ്വാസത്തിൽ ആ അമ്മ ആ മകനെ വളർത്തിക്കൊണ്ട് വന്ന സമയത്തെല്ലാം ആ ഒരു അപ്പൻ്റെ രക്തം പുരണ്ട ആ ഒരു തുവാല കയ്യിലുണ്ടായിരുന്നു. അത് കാണിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു തുവാല കാണിച്ച് മകനെ എന്നും ആ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും അപ്പൻ്റെ ആ ഒരു പാതയിലൂടെ മകനെ കടത്തിക്കൊണ്ട് വന്നു. അങ്ങനെ തനിക്കും ഒരു പട്ടാളക്കാരനാവണം എന്നുള്ള ആ ഒരു വാഞ്ചയിൽ നന്നായിട്ട് പഠിക്കുമായിരുന്നു, നന്നായിട്ട് വിശ്വാസത്തിലൂന്നി വളർന്ന ആ ഒരു യുവാവ് 18 വയസ്സിന് ശേഷം ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ ആ ഒരു സൈന്യത്തിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. ആ സൈന്യത്തിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളിൽ, അതായത് യുദ്ധം നയിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാവീണ്യം ആ രാജാവിന് മനസ്സിലാവുന്നുണ്ട്. രാജാവിൻ്റെ വളരെ ഫേവറേറ്റ് ഉള്ളൊരു മനുഷ്യനായിട്ട് ഇദ്ദേഹം മാറുകയാണ്. അങ്ങനെ വളരെ ഫേവറേറ്റ് ആയിട്ട് മാറി ഒരുപാട് വലിയ കാര്യങ്ങളും വലിയ പ്രാവീണ്യവും ഒക്കെ കാണിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിനെ കുറച്ച് നാടുകളുടെ ചുമതല കൂടി ഏൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ജയിലിലൊക്കെ കിടക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വിശ്വാസം പകർന്നു കൊടുക്കാൻ വേണ്ടിയൊക്കെ ഈ വഴി ശരിക്കും പറഞ്ഞാൽ ഉപകരിക്കുമായിരുന്നു. കാരണം വിശ്വാസം തള്ളിപ്പറയാൻ താല്പര്യമില്ലാത്ത ഒരുപാട് പേരെ ജയിലിലാക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മിലിറ്ററിയിൽ ചേർന്നതിലൂടെ അവരിലേക്ക് സുവിശേഷം എത്തിക്കാനോ അവരോട് അതിൽ തന്നെ തുടരാനും ഒക്കെ പറയാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം അതിൽ ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനെ കൂടുതൽ നാടിൻ്റെ വിചാരകനാക്കി അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ വളർന്ന സൈന്യം മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന ഒരു ദിവസമാണ് അദ്ദേഹം ഒരു കാഴ്ച കാണുന്നത്. ആ നാട്ടിലെ നീരുറവ്, അതായത് ശുദ്ധജലം വരുന്ന ആ ഒരു തടാകത്തിൻ്റെ അരികത്തായിട്ട് ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അവരുടെ വേഷത്തിലും മട്ടിലും കാണുമ്പോൾ അറിയാം അവർ ഇച്ചിരി ധനികയായ സ്ത്രീയാണ്. അപ്പോൾ ധനികയായ ആ സ്ത്രീയോട് ചോദിക്കുന്നു എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് താൻ അവിടുത്തെ രാജാവിൻ്റെ മകളാണെന്നും താൻ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്നും ആ പെൺകുട്ടി വിശദീകരിച്ച് തുടങ്ങുകയാണ്. തൻ്റെ ദേശത്ത് വെള്ളം തരുന്നത്, അതായത് ശുദ്ധജലം തരുന്നത് ഗുഹ പോലുള്ള ആ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിന് ആ ഗുഹയിൽ നിന്നാണ് വെള്ളം ആ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആ ശുദ്ധജലത്തിലാണ് മനുഷ്യൻ തൻ്റെ ജീവിതത്തെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരിക്കൽ ഏതോ ദേശത്തു നിന്നൊരു വ്യാളം അവിടെ വരികയുണ്ടായി. വ്യാളം എന്ന് പറയുമ്പോഴേക്കും വായിൽ നിന്ന് വലിയ തീ തുപ്പുന്ന രീതിയിലുള്ള വലിയ ഭീമാകാരനായ ഒരു ജീവിയാണ് ഈ ഒരു വ്യാളം എന്ന് പറയുന്നത്. അത് ആ ശുദ്ധജലത്തിൻ്റെ ഗുഹയുടെ മുമ്പിലായിട്ട് നിലയുറപ്പിക്കുകയും വെള്ളം തടഞ്ഞു വയ്ക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ വെള്ളം തടഞ്ഞു വയ്ക്കുമ്പോഴേക്കും വെള്ളം അവിടെ എടുക്കാൻ വരുന്ന ആൾക്കാരെ ഈ വ്യാളം പിടിച്ച് തിന്നുകയാണ്. ഒടുവിൽ നാട്ടുകാർ ഒരു ഉപായം തേടുകയാണ്. ഓരോ ദിവസം ചീട്ടിട്ടിട്ട് ആ നാട്ടിലെ മുഴുവൻ ആൾക്കാരുടെയും പേര് കുറിമാനം എഴുതിയിട്ടിട്ട് അതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് ആ പേര് വരുന്ന ആളെ അവിടെ കൊണ്ടെത്തിക്കാം എന്നുള്ള രീതിയിലേക്ക്, നാട്ടിലിറങ്ങി ശല്യം ചെയ്യരുതെന്നുള്ള രീതിയിലേക്കാണ് ആ ഒരു കാര്യം എത്തുന്നത്. അപ്പോൾ ഈ ഒരു ജീവിക്ക് സുഖമായി എന്നും ഓരോ മനുഷ്യരെ കറക്റ്റായിട്ട് അവിടേക്ക് കിട്ടും, താൻ നാട്ടിലേക്ക് ഇറങ്ങേണ്ട കാര്യവുമില്ല. അങ്ങനെ ആ ജീവി ഓരോ ദിവസവും വന്ന് ഓരോരുത്തരെ തിന്നുകൊണ്ടിരുന്നു. ഇന്ന് തനിക്കാണ് അവിടേക്ക് പോകേണ്ട നറുക്ക് വീണത്, ഇന്ന് ഇതെൻ്റെ അവസാന ദിവസമാണെന്ന് പറഞ്ഞ് ആ ഒരു രാജാവിൻ്റെ പുത്രി അവിടെ നിന്ന് വിലപിക്കുകയാണ്. അങ്ങനെ വിലപിച്ച ആ ഒരു രാജകുമാരോട് ഗീവർഗീസ് എന്ന ആ പടയാളി പറയുന്നുണ്ട്, വിഷമിക്കേണ്ട, ദൈവത്തിൻ്റെ ശക്തിയാൽ നമുക്കതിനെ നേരിടാമെന്നുള്ള രീതിയിലേക്ക് പറഞ്ഞുകൊണ്ട് ആ വ്യാളം ഇറങ്ങി വരുമ്പോഴേക്കും തൻ്റെ ആ ഒരു വെളുത്ത കുതിരയുടെ പുറത്ത് കയറിയിട്ട് ആ ഒരു വലിയ കുന്തം, കയ്യിലൊരു വലിയ കുന്തം പ്രാർത്ഥിച്ചുകൊണ്ട് ആ വ്യാളത്തിൻ്റെ ആ തീ തുപ്പുന്ന വായിലേക്ക് കുത്തിയിറക്കുകയാണ്. അങ്ങനെ ആ വായിലേക്ക് കുത്തിയിറക്കുന്നതിൻ്റെ ആ ഒരു വേദനയിൽ ആ കുതിരയെ മറിച്ചിടാൻ വേണ്ടിയിട്ട് വാല് വെച്ചിട്ട് ആ കുതിരയുടെ കാലിൽ ചുറ്റുന്നുണ്ട്. അപ്പോൾ തൻ്റെ ഉറയിലിരുന്ന ആ ഒരു വാളെടുത്തിട്ട് ആ വ്യാളത്തിൻ്റെ വാലും മുറിക്കുകയാണ്. അങ്ങനെ വ്യാളം മരിച്ചു വീഴുകയും നാടിനെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ വാർത്ത നാട്ടിലെങ്ങും കീർത്തി കേൾക്കുകയാണ്. ആ രാജാവ് ഉൾപ്പെടെ വന്നിട്ട് തൻ്റെ മകളെ കല്യാണം കഴിക്കണം, താൻ ഈ രാജ്യത്തിൻ്റെ അവകാശിയായിട്ട് നിൽക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എങ്കിലും തൻ്റെ സേവനം മുൻനിർത്തി ഇതൊന്നുമല്ല തൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഗീവർഗീസ് സദാ അവിടെ നിന്ന് പോവുകയാണ്. അവരോടായിട്ട് ക്രിസ്തീയ സാക്ഷ്യം പറയാനും അദ്ദേഹം മറന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. അങ്ങനെ ക്രിസ്തീയ സാക്ഷ്യത്തിലൂന്നിയ ആ ഒരു വിശ്വാസത്തിൽ ആ നാട്ടിലെ മുഴുവൻ ആൾക്കാരും പരിവർത്തനപ്പെടുകയാണ് ചെയ്യുന്നതെന്നാണ് ചരിത്രം പറയുന്നത്. വീണ്ടും കാലം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡയോക്ലീഷ്യൻ ചക്രവർത്തി ഒരു കൽപ്പന കൂടി ഇറക്കുകയാണ്. അപ്പോളോ ദേവനല്ലാതെ ഇനി നമുക്കൊരു ദേവനില്ല, ആരെയും ആരാധിക്കാൻ അനുവാദമില്ല എന്നുള്ള രീതിയിലേക്ക്.
എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സൈന്യത്തിലുണ്ടായിരുന്ന സൈന്യത്തലവനായിട്ടുള്ള ഗീവർഗീസ് എന്ന ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഇതിനെ ഞാൻ നിശിതം വിമർശിക്കുന്നു. കാരണം അങ്ങനെ ഉള്ളത് ദൈവമല്ല, അപ്പോളോ ദൈവമല്ല എന്നുള്ള രീതിയിലേക്ക് പറയുകയാണ്. എങ്കിലും തൻ്റെ പ്രീതി തന്നിലുള്ളതുകൊണ്ട്, രാജാവിൻ്റെ പ്രീതി തന്നിലുള്ളതുകൊണ്ട് രാജാവ് വളരെ രഹസ്യമായിട്ട് ഗീവർഗീസിനോട് പറയുന്നുണ്ട്, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ ദൈവത്തിൽ വിശ്വസിച്ചോളൂ, പക്ഷേ ഇങ്ങനെ പരസ്യമായിട്ട് പറയരുത് എന്നുള്ള രീതിയിലേക്ക് പറയുന്നുണ്ട്. അപ്പോഴേക്കും അതിൽ കുപിതനായിട്ടുണ്ടായിരുന്ന, തനിക്ക് വിശ്വാസം തുറന്ന് പറഞ്ഞേ പറ്റൂ, താൻ വിശ്വസിക്കുന്നത് ദൈവത്തിലാണ്, സത്യദൈവത്തിലാണ്, തനിക്ക് തുറന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ആ യുവാവ് ജോലി രാജിവെക്കുകയാണ്. തൻ്റെ സൈന്യത്തിൽ നിന്ന് ഒരു വളരെ വലിയ നല്ല സൈന്യാധിപൻ ഇറങ്ങിപ്പോകുമ്പോഴേക്കും അത് ആ രാജാവിനെ തെല്ലൊന്ന് ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാൾ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പല വിദ്യകളും നോക്കുവാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ നോക്കിയതിനകത്ത് ശിക്ഷാവിധികളായിരുന്നു തുടങ്ങി വെച്ചിരുന്നത്. അങ്ങനെയുള്ള ശിക്ഷാവിധികളിൽ ആദ്യത്തേതായിരുന്നു ഇരുട്ടറയിൽ അടയ്ക്കുക എന്നുള്ളത്. ഇരുണ്ട ആ ഒരു അറയിൽ അടച്ചു, വെളിച്ചം പോലും കയറുന്നില്ല എന്നുള്ള രീതിയിലേക്ക് അടച്ചിട്ട ആ റൂമിൽ പിന്നീട് പടയാളികൾ നോക്കുമ്പോൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു തേജോമയനായിട്ട് ആ ഒരു വെളിച്ചത്തിലിരിക്കുന്ന ആ ഒരു ഗീവർഗീസ് എന്ന് പറയുന്ന ആ ഒരു യോദ്ധാവിനെയാണ്. അതായത് തൻ്റെ കർത്താവ് തമ്പുരാൻ തൻ്റെ ഇരിക്കേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ സിമ്പലായിട്ട് ഒരു വലിയ വെളിച്ചത്തിലിരിക്കുന്ന ആ ഒരു മനുഷ്യനെ കാണുകയുണ്ടായി. തുടർന്ന് ആ ജയിലിൻ്റെ അഴികൾ തനതാനം മാറ്റപ്പെടുകയാണ്, ജയിൽ തുറക്കപ്പെടുന്നു, അദ്ദേഹം ഇറങ്ങിപ്പോവുകയാണ് അവിടെ നിന്ന്. ഇത് കണ്ട് ഭ്രമിച്ചു പോയ ആ പടയാളികൾ ക്രിസ്തീയ വിശ്വാസം തിരഞ്ഞെടുക്കുകയാണ്. പക്ഷേ എന്നാൽ ഈ ഒരു വാർത്തയറിഞ്ഞ ആ ഒരു രാജാവ് കുപിതനായിട്ട് ആ പടയാളികളെ കൊന്നുകളയുകയും ഗീവർഗീസ് അവിടുന്ന് പോവുകയും ചെയ്യുകയാണ്. വീണ്ടും അദ്ദേഹത്തെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് മറ്റ് ശിക്ഷാവിധികൾക്കായി വിധിക്കുവാൻ വേണ്ടി അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ശക്തമായ തീയുടെ അടുത്ത് 3 ദിവസത്തേക്ക് നിർത്തുക എന്നുള്ളതായിരുന്നു അടുത്ത ശിക്ഷാവിധി. എന്നാൽ തീയുടെ അടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന് ഒരു കൂസലുമില്ലായിരുന്നു. തൻ്റെ ദേഹം ചുട്ടുപൊള്ളുന്നു ഇല്ലെന്ന് മാത്രമല്ല, ഒരു കുളിറും അനുഭവപ്പെടുന്നത് പോലെ അദ്ദേഹം 3 ദിവസത്തിന് ശേഷം ആ തീയുടെ അവിടുന്ന് മാറുന്നത് കണ്ടപ്പോഴേക്കും ചക്രവർത്തിയുടെ മനസ്സിൽ ഇയാളൊരു മായാജാലക്കാരനാണ്, ഇയാൾക്ക് മായാജാലവും അറിയാം എന്നുള്ള രീതിയിലേക്കാണ് ചിന്തകൾ പോകുന്നത്. എന്നാൽ ഒരിക്കലും ആ ദൈവത്തെ അല്ലെങ്കിൽ തൻ്റെ ദൈവത്തെ അംഗീകരിക്കാൻ, ക്രിസ്തീയ ദൈവത്തെ അംഗീകരിക്കാൻ ആ രാജാവ് അപ്പോഴും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് ഉയരത്തിൽ കെട്ടിത്തൂക്കിയിട്ട് ഇരുമ്പ് ചീപ്പുകൾ കൊണ്ട് ശരീരത്താകമാനം വലിക്കുക, ആ ഉണ്ടാകുന്ന മുറിവിലേക്ക് ചുണ്ണാമ്പും ഗന്ധകവും ഒക്കെ ഇറ്റിറ്റായിട്ട് വീഴ്ത്തിക്കൊണ്ടിരിക്കുക, അങ്ങനെയുള്ള ആ ഒരു പ്രക്രിയകളൊക്കെ തുടർന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഓരോ പരീക്ഷണങ്ങൾക്ക് ശേഷവും ഗീവർഗീസ് എന്ന ആ ഒരു യോദ്ധാവ് വളരെ ആരോഗ്യവാനായിട്ട് കാണപ്പെട്ടു. മുറിവുകൾ ഉണ്ടാവുന്നതല്ലാതെ ആ മുറിവുകൾ ശരീരത്തിൽ നിൽക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കാരണം കർത്താവ് തമ്പുരാൻ്റെ ആ ഒരു സ്നേഹവും ആ ഒരു പരിചരണവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ആ ഒരു കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. തുടർന്ന് അദ്ദേഹത്തിന് ഗന്ധകവും ചുണ്ണാമ്പുമുള്ള ആ ഒരു വെള്ളത്തിലേക്ക് 3 ദിവസം ഇടുകയുണ്ടായി. മുറിവുകളിലൂടെ ആ ഒരു ചുണ്ണാമ്പും ഗന്ധകവും ഇറ്റിറ്റ് പോവുകയുണ്ടായി. എങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു കുഴപ്പവും വന്നതായിട്ട് കാണുന്നില്ല. ഇരുമ്പാണികൾ തറച്ച ചെരുപ്പ് അദ്ദേഹത്തിനെ ഇടിയിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെയും ചരിത്രകാരന്മാരും പല വീഡിയോകളിലുമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എങ്കിലും എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന അന്നത്തെ ഒരു ശിക്ഷാരീതി എന്ന് പറയുന്നത് ഇരുമ്പ് ചക്രത്തിൻ്റെ മുകളിലായിട്ട് കത്തികൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ കത്തികളുടെ മുകളിലായിട്ട് ഇദ്ദേഹത്തെ കിടത്തിയിട്ട് ആ ഒരു ഇരുമ്പ് ചക്രം കറക്കുകയും അത് ശരീരത്താകമാനം വലിയ 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 മുറിവുകൾ ഉണ്ടാക്കുകയും ശരീരം ചിന്ന ഭിന്നമായിട്ട് കീറിപ്പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും അതിനുശേഷവും തൻ്റെ ശരീരത്തിൽ ഒരു മുറിവും അവശേഷിപ്പിക്കാതെ ആ യോദ്ധാവ് തിരികെ വരുന്നത് കാണുന്ന രാജാവ് വീണ്ടും ഭയചകിതനായിട്ടും ദേഷ്യം വന്നിട്ടും അദ്ദേഹം പറയുകയാണ്, നീ അപ്പോളോ ദേവനെ ആരാധിച്ചാൽ നിനക്ക് ഇവിടെ വലിയ പദവി അധികാരങ്ങളും തരാമെന്നും ഒക്കെ പറയുന്നുണ്ട്. എങ്കിലും അത് സമ്മതിക്കാം എന്നായിട്ട് അദ്ദേഹം അത് സമ്മതിച്ച് മുമ്പോട്ട് പോയെന്നുമാണ് പറയുന്നത്. എന്നിട്ട് അതിനുശേഷം അപ്പോളോ ദേവൻ്റെ അടുത്തേക്ക്, കാരാഗ്രഹത്തിൽ നിന്നും അപ്പോളോ ദേവൻ്റെ അടുത്തേക്ക് ഗീവർഗീസ് എന്ന് പറയുന്ന ആ യോദ്ധാവിനെ കൊണ്ടുവന്നപ്പോഴേക്കും ആ പ്രതിമയെ നോക്കി ആ യോദ്ധാവ് ചോദിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്തുതിക്ക് നീ യോഗ്യനാണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചോദ്യം കേട്ട ആ ഒരു പ്രതിമ ഒന്ന് കുലുങ്ങുകയും അത് തൽശേഷം താഴെ വീണ് പൊട്ടിപ്പോവുകയും ചെയ്യുകയാണ് എന്ന് പറയപ്പെടുന്നു. ഇതിലൊക്കെ കലിപൂണ്ട ആ ഒരു രാജാവ് തുടർന്ന് മന്ത്രവാദികളെ വിളിച്ചിട്ട് മന്ത്രവാദികളോട് രഹസ്യത്തിൽ നല്ല രുചിയുള്ള ജ്യൂസിലേക്ക് വിഷം കലർത്തി കൊടുക്കുവാനും പറയുന്നു. അങ്ങനെ ഘോര വിഷം കലർത്തി കുടിച്ച അദ്ദേഹം ഒരു കുരിശു വരച്ച ശേഷം ആ ഒരു ജ്യൂസ് കുടിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം മരിച്ചില്ല. തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ തല ചിരച്ഛേദം ചെയ്തുകൊണ്ടാണ് അവർ ആ ഒരു യോദ്ധാവിനെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയച്ചത്. തൻ്റെ കർമ്മമണ്ഡലത്തിൽ താൻ ചെയ്യേണ്ടിയിരുന്ന എല്ലാ കടമകളും നിർവഹിച്ച ശേഷം അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ ആ ഒരു യോദ്ധാവായി തന്നെ ഈ ഭൂമിയിൽ നിന്ന് പോവുകയുണ്ടായി. ഇതിനിടയിൽ തൻ്റെ ഈ ഒരു വിശ്വാസത്തെ കണ്ട അലക്സാണ്ട്ര രാജകുമാരി, അതായത് ഈ ഒരു രാജാവിൻ്റെ ഭാര്യയും കുഞ്ഞും ഈ ഒരു ക്രിസ്തു മതത്തിലേക്ക് വിശ്വസിക്കാൻ വേണ്ടി അവരും പ്രാപ്തരായി. അങ്ങനെ ഈ യോദ്ധാവ് തൻ്റെ ചോര കൊണ്ട് അലക്സാണ്ട്ര രാജകുമാരിയും മകളെയും ക്രിസ്ത്യനാക്കി എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ഒരു വിവരം അറിഞ്ഞ രാജാവ് അവരെയും വധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ ഒരു മരണത്തിന് ശേഷം അദ്ദേഹത്തെ അടക്കിയത് ലിബിയ എന്നുള്ള ദേശത്തായിരുന്നു. ആ ഒരു ദേശത്ത് അടക്കിയ അദ്ദേഹത്തിനെ
ജനമനസ്സുകൾ ഏറ്റെടുത്തത് വളരെ പെട്ടെന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശ്വാസവും അചഞ്ചലമായിട്ടുള്ള ആ ഒരു വിശ്വാസവും ആ ഒരു തീഷ്ണതയും ഒക്കെ ഒരുപാട് പേർക്ക് അദ്ദേഹത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് കാരണമായി തീർന്നു. ഇന്നും നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്രൈസ്തവ ദേവാലയങ്ങളിൽ മധ്യസ്ഥനായിട്ട് കരുതിയിരിക്കുന്നത് ഈ സെൻറ്റ് ജോർജ് എന്ന് പറയുന്ന ഗീവർഗീസ് സഹദ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ്. ഏതൊരു മനുഷ്യനും അറിയാവുന്ന ആ ഒരു രൂപം, ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിലുള്ള ആ ഒരു രൂപം, ഏതൊരു ജാതി മത വ്യവസ്ഥയ്ക്കും അപ്പുറം പ്രാർത്ഥനകളെ അവിടെ കൊണ്ട് അർപ്പിച്ചാൽ തനിക്ക് പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന ആ ഒരു രൂപം. വെളുത്ത കുതിരയുടെ മുകളിൽ തൊപ്പി ധരിച്ച് കയ്യിലൊരു വലിയ കുന്തവുമായിട്ട് തൻ്റെ താഴെയുള്ള ആ ഒരു വ്യാളത്തിൻ്റെ വായിലേക്ക് കുത്തിയിറക്കുന്ന ആ ഒരു പുണ്യാളൻ്റെ രൂപം മനസ്സിലുള്ളവരായിരിക്കും നമ്മളെല്ലാവരും. തീർച്ചയായിട്ടും ഒരുപാട് കഥകൾ നാടുകളിൽ കേട്ട് വരാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ അതിനെ കണ്ടു. അതായത് ഗീവർഗീസ് സഹദയുടെ ആ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ സമീപ ഇടവകകളിലൊക്കെ ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമത്തിൽ ഒരുപാട് കഥകൾ നമ്മുടെ നാടുകളിൽ കേൾക്കാറുണ്ട്. പ്രായമായവരൊക്കെ പറയാറുണ്ട് രാത്രി കാലങ്ങളിൽ ആ ഒരു ചെമ്പുകുടത്തിൽ കല്ലിട്ടടിക്കുന്ന പോലത്തെ ശബ്ദം കേൾക്കാറുണ്ട്. അതായത് ആ ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക്, മറ്റൊരു പള്ളിയിലേക്ക് ആ ഒരു ഗീവർഗീസ് സഹദ തൻ്റെ കുതിരപ്പുറത്ത് പോകുന്നു, തൻ്റെ വെളുത്ത കുതിരപ്പുറത്ത് പോകുന്നു എന്നുള്ള ആ ഒരു കേൾവിയാണ് പലരും രാത്രിയിൽ കേൾക്കുന്നതെന്നുള്ള രീതിയിലേക്ക് പറയാറുണ്ട്. ഇതൊക്കെ കേട്ട് വരുന്നതും കൈമറിഞ്ഞു വരുന്നതുമായിട്ടുള്ള കഥകളും ഒക്കെയാണ്. നമുക്കതിനെ പാടെ തള്ളിക്കളയാൻ പറ്റില്ല. എങ്കിൽ പോലും അതിലൊരുപാട് വിശ്വാസവുമായിട്ടും ആ ഒരു മനോവ്യാപാരങ്ങളുമായിട്ടും ഇടകലർന്നെടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും വിളിച്ചാൽ വെളിപ്പുറത്തെത്തുമെന്ന് വിശ്വസിക്കുന്ന ആ ഒരു മനസ്സിൻ്റെ മനോബലങ്ങളെ തനിക്ക് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് പറയുന്ന ആ ഒരു തൻ്റെ പ്രാർത്ഥനകളെ അവിടെ ഇറക്കി വെച്ചാൽ തനിക്ക് മധ്യസ്ഥനായി നിന്നുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിലേക്ക് അത് എത്തിക്കും എന്ന് കരുതപ്പെടുന്ന ആ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെയും ഒരു വലിയ വിശ്വാസ തീഷ്ണതയുടെയും ഉടമയായിട്ടാണ് നമ്മൾ ആ ഒരു ഗീവർഗീസ് സഹദ എന്നുള്ള ആ ഒരു മധ്യസ്ഥനെ കാണുന്നത് തന്നെ. ഹരിപ്പാടിനടുത്തുള്ള കാരിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓർത്തഡോക്സ് പള്ളിയുണ്ട്. അവിടെ ഉണ്ടായെന്ന് പറയപ്പെടുന്നൊരു കഥ ഞാൻ നിങ്ങളോട് പറയാം. പണ്ടൊരിക്കൽ നാടോടികളായിട്ടുള്ള ആൾക്കാർ ആ പള്ളിമുറ്റത്തേക്ക് വരികയാണ്. അവർ വിശക്കുമ്പോൾ അവിടെ നോക്കുമ്പോഴേക്കും ആ പള്ളിമുറ്റത്തുണ്ടായിരുന്ന ആ ഒരു പ്രാവിൻ്റെ കൂടിൽ നിന്ന് ആ പ്രാവുകളെ പിടിക്കുകയാണ്. അവർ പ്രാവുകളെ പിടിച്ചിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആമയും ഒക്കെ കൊന്നിട്ട് അവർ ആ ഇറച്ചി അവിടെ വെച്ച് ചുട്ടു തിന്നാൻ വേണ്ടി തുടങ്ങുകയാണ്. പള്ളിയുടെ മുറ്റമായതിനാൽ സ്വാഭാവികമായിട്ടും വെളിച്ചവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വെളിച്ചത്തിൽ അവർ തിന്നാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും എങ്ങു നിന്നോ അവർക്ക് ചാട്ടയടിയുടെ പോലെ രീതിയിൽ അവർക്ക് ശരീരത്തെ പ്രഹരമേൽക്കുകയാണ്. അവരങ്ങനെ പ്രഹരമേറ്റ് തുടങ്ങുമ്പോഴേക്കും അവരാകെപ്പാടെ പരിഭ്രാന്തരാകുന്നു. അവരുടെ ശരീരത്തേക്ക് എവിടെ നിന്നോ തല്ലുകൊള്ളുന്നത് പോലെ വളരെ വലിയ പ്രഹരമേൽക്കുകയാണ്. അങ്ങനെ അവർ പേടിച്ച് അവിടെ നിന്ന് ഓടുകയാണ്. നാട്ടുകാരോട് കാര്യം പറയുമ്പോൾ അവരാണ് പറഞ്ഞത് നിങ്ങളെ തല്ലിയിരിക്കുന്നത് ഈ ഒരു പുണ്യാളനാണ് എന്നുള്ളത്. ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ നാട്ടിൽ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. കാരണം ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള കഥകളാണ് നമുക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് പോലും വളരെ പ്രത്യേകതയുള്ളതാണ്. ഇച്ചിരി സൗമ്യനായിട്ടുള്ളൊരു ഫേസാണ് നമുക്ക് എല്ലാ ഫോട്ടോയിലും കാണുന്നെങ്കിലും ആ ഒരു പള്ളിയുടെ മുമ്പിലിരിക്കുന്ന ആ ഒരു കുരിശുമൂട്ട ചിത്രത്തിന് വളരെ ശൗര്യമുള്ളൊരു ഫോട്ടോയാണ്. വളരെ കോപാകുലനായിട്ടിരിക്കുന്ന ഒരു രീതിയിലുള്ള ആ ഒരു ചിത്രമാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത് വരച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ അങ്ങനെ പോയി എന്നുള്ളതാണ്. അതായത് അങ്ങനെ ആ ഒരു വരയ്ക്കാൻ വേണ്ടി നിർബന്ധിതനായി എന്നുള്ള രീതിയിലാണ്. ഈ ഒരു സംഭവവും ഈ ഒരു പള്ളിയുടെ പേരും എടുത്തു പറയാനുള്ള ആ ഒരു കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടായ ചെറിയ 2-3 അനുഭവങ്ങളാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവിടെ ഞാൻ വാട്ടർ അതോറിറ്റിയുടെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ടെമ്പററി ആയിട്ട് ഒരു 6 മാസ കാലയളവിൽ അതിനടുത്തായിട്ടൊരു വാട്ടർ അതോറിറ്റിയുടെ പമ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞാൻ വരുമ്പോഴും മിക്കവാറും ഞാൻ നൈറ്റ് എടുക്കുന്നത് കൊണ്ട് ശരിക്കും എനിക്ക് നല്ലൊരു പേടിയുണ്ടായിരുന്നു. ആ വാട്ടർ അതോറിറ്റിയുടെ ആ ഒരു പമ്പിന് ശരിക്കും പറഞ്ഞാൽ വലിയ ഫെസിലിറ്റികൾ, അതായത് വാതിൽ വലിയ ഫെസിലിറ്റികളൊന്നുമില്ല. അതിന് ചുറ്റും പുല്ലൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ പാമ്പ് ഇഴജന്തുക്കളൊക്കെ നമുക്ക് കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. നമുക്ക് നൈറ്റിൽ പോയിട്ട് അവിടെയുള്ള വാൽവുകളൊക്കെ തുറക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളുമൊക്കെ അവിടെ ഉണ്ട്. പിന്നെ മരിച്ചവരെ ദഹിപ്പിക്കുന്ന ദഹന പെട്ടിയൊക്കെ അവിടെ കൊണ്ട് വയ്ക്കുന്നതും തൊണ്ട് ചിരട്ട കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ട് വയ്ക്കുന്ന മതിലിൻ്റെയൊക്കെ അവിടെയാണ്. അപ്പോൾ അതിന് ചുറ്റും വിജനമായുള്ള സ്ഥലമായതിനാൽ നമുക്ക് വളരെ പേടിയുള്ള ഒരു അനുഭവം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നും ഞാനിവിടെ കയറിയിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ ഈ ഒരു കുരിശുമൂട്ടി കയറിയിട്ട് നമ്മളെ ഒന്ന് നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പോകാറുള്ളത്. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ റോഡ് സൈഡിൽ ഒരു വാൽവ് മുറുക്കുകയാണ്. അതായത് അവിടെ നമുക്ക് ഓരോ ദിവസം വാൽവ് തുറക്കുകയും അടയ്ക്കുകയും വേണം. അപ്പോൾ ആ റോഡ് സൈഡിൽ പുല്ലിങ്ങനെ നിറഞ്ഞിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ വാൽവ് അടയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ കയ്യിൽ പൈപ്പ് റേഞ്ച് വെച്ചിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ നോക്കാറൊന്നുമില്ല. എങ്കിൽ പോലും ടോർച്ച് അടിച്ച് നോക്കാറില്ലെങ്കിൽ പോലും ഞാനിങ്ങനെ തുറക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ
അന്ന് അവിടെ ചെന്ന് വണ്ടി നിർത്തിയപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ടോർച്ച് അടിച്ച് ആദ്യം നോക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം വെളിച്ചമുണ്ടായിരുന്നെങ്കിലും എൻ്റെ മനസ്സിൽ എന്തോ പറയുന്നുണ്ട്, ടോർച്ച് അടിച്ച് നോക്കണം എന്ന് പറയുന്നു. ഞാൻ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ കാണുന്നത് ഒരു അണലിക്കുഞ്ഞ് ശരിക്കും ഈ വാൽവിൽ ചുറ്റിക്കിടക്കുകയാണ്. അതായത് ഞാൻ എപ്പോൾ ആ വാൽവ് തുറക്കാൻ വേണ്ടി അവിടെ കൈവയ്ക്കുന്നു അപ്പോൾ എന്നെ കൊത്തും എന്നുള്ള രീതിയിലാണ് ശരിക്കും അത് കിടന്നിരുന്നത്. എത്ര പേര് വിശ്വസിക്കും എന്നറിയില്ല. ഞാൻ മണ്ണ് വാരി എന്നെ മേളിൽ എറിയാൻ വേണ്ടി നോക്കി. മണ്ണ് വാരി എറിഞ്ഞുകൊണ്ടിരുന്നപ്പോഴും അത് പോയില്ല. ഞാനപ്പോൾ ഗീവർഗീസ് സദായുടെ മധ്യസ്ഥതയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അതായത് അതിന് ഒന്ന് മാറ്റിത്തരണേ എന്നുള്ള രീതിയിലേക്ക്. കാരണം നമ്മുടെ വീടുകളിലൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് പാമ്പിനെയും ഒക്കെ കാണുമ്പോൾ ആദ്യം നമ്മൾ ഗീവർഗീസ് സദാ എന്നുള്ള പേരാണ് ശരിക്കും പറഞ്ഞാൽ ഓർക്കുക. അങ്ങനെ വിളിച്ച് ആ ഒരു പേരിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോഴേക്കും ആ പാമ്പ് താഴേക്ക് എഴഞ്ഞു പോവുകയുണ്ടായി. അതിനുശേഷം ഞാനൊരു 3-4 മിനിറ്റ് അവിടെ നോക്കി നിന്നതിന് ശേഷം ആ വാൽവ് മുറുക്കി. രണ്ടാമതൊരു ദിവസം, അതായത് വേറൊരു ദിവസം ഞാനിങ്ങനെ വാട്ടർ അതോറിറ്റിയിലേക്ക് വരികയാണ്. രാത്രിയിൽ ഞാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. സാധാരണഗതിയിൽ ഞാൻ 9 മണിയാകുമ്പോൾ അല്ല 9:30 ആകുമ്പോൾ അവിടെ എത്തുന്നതാണ്. അപ്പോൾ 10 മണി തൊട്ടാണ് എൻ്റെ ഡ്യൂട്ടി തുടങ്ങുന്നത്. അന്ന് കുറച്ച് താമസിച്ചു പോയി. കാരണം ഞാൻ കോട്ടയത്തടുത്ത് വരെ പോയിട്ട് വന്നപ്പോഴേക്കും 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വഴി പാസ് ചെയ്തപ്പോൾ ഞാൻ അവിടെ കയറാൻ പറ്റിയില്ല. നാളെ വരാം എന്നുള്ള രീതിയിലേക്ക് നോക്കിയിട്ട് ജസ്റ്റ് പെട്ടെന്ന് അങ്ങ് പോയി. അങ്ങനെ അടിച്ചു വിട്ട് പോയി. അവിടെ ചെന്ന് ഞാൻ മോട്ടർ ഓണാക്കി. ശരിക്കും വെള്ളം കയറുന്ന സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റു. പതിവ് പോലെ ഇത്ര മണിക്കൂറിന് ശേഷം ഉറപ്പായിട്ടും ആ ഒരു ടാങ്ക് നിറഞ്ഞ് വെള്ളം ഓവർഫ്ലോ ആവും. ഞാൻ ആ ഒരു സമയമായപ്പം ഇങ്ങനെ നോക്കുകയാണ്. ഞാനൊരു അരമണിക്കൂർ നിന്നു, 1 മണിക്കൂർ നിന്നിട്ട് അത് കാണാതെ വന്നപ്പോഴേക്കും ശരിക്കും ഞാൻ പരിഭ്രാന്തനായിട്ട് ഞാനിങ്ങനെ പോയി അതിൻ്റെ വാൽവ് തുറന്നു നോക്കുമ്പോഴേക്കും ഒരു തുള്ളി വെള്ളം പോലും ആ മോട്ടറിൻ്റെ അടുത്ത് മേലോട്ട് കയറിയിട്ടില്ല. കാരണം അപ്പോഴും എനിക്കറിയില്ല എന്താ സംഭവമെന്ന്. മേലോട്ട് ഒരു തുള്ളി വെള്ളം പോലും കയറിയിട്ടില്ല. ഞാനാണെങ്കിൽ ഓവർസിയറെ വിളിക്കുകയുണ്ടായി. ഓവർസിയറെ വിളിച്ചിട്ട് ഇതുപോലെ പറയുകയുണ്ടായി, സാർ ഇതുപോലെ ഇങ്ങനെ എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്, ഈ ഒരു മോട്ടറിൽ നിന്ന് വെള്ളം കയറുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും അത് തിരിഞ്ഞു വരുന്നതാണ്, ഫ്യൂസ് തിരിഞ്ഞു വരുന്നതാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. ഞാൻ അവിടെ നിന്നിട്ട് അന്നേരം പറയുകയുണ്ടായി, ഞാൻ വന്നോളാം അവിടെ, ഞാൻ ഇനിയും കയറാതെ പോവില്ല എന്ന് പറയുകയുണ്ടായി. ശരിക്കും അത് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവമായിരിക്കാം. അത് ചിലപ്പോൾ എൻ്റെ ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗവുമായിരിക്കാം. എങ്കിൽ പോലും ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഞാൻ അവിടെ കയറാഞ്ഞത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു പ്രശ്നം പറ്റിപ്പോയത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഓവർസിയറെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ടാങ്കിൽ വെള്ളം കയറുന്നില്ല, എന്തോ ഇഷ്യൂ കാണിക്കുന്നത്. അപ്പോൾ അവർ നാളെ വിടാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവഹിതമെന്ന് പറയട്ടെ, തന്നെത്താനെ അത് ശരിയാവുകയും തന്നെത്താനെ ആ ടാങ്കിലേക്ക് വീണ്ടും വെള്ളം കയറുകയുണ്ടായി. ഞാൻ അപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വന്നുകൊള്ളാം, ഇങ്ങനെയാണ് വരാഞ്ഞത്, ഞാൻ വന്നുകൊള്ളാം എന്ന് പറഞ്ഞ് അതിനുശേഷം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഞാൻ ടാങ്കിൻ്റെ ആ ഒരു പൈപ്പ് തുറന്ന് നോക്കുമ്പോഴേക്കും വെള്ളം ശരിക്കും അതിനകത്ത് വരുന്നുണ്ടായിരുന്നു. കാരണം അത്ര മണിക്കൂറുകൾ, അതായത് അത്ര മണിക്കൂർ 6 മണിക്കൂറിന് മുകളിൽ ആ ടാങ്കിലേക്ക് വെള്ളം കയറാതെ ആ ഒരു മോട്ടർ ഓടിയിട്ടും ശരിക്കും അത് കത്തിപ്പോയി പോലുമില്ല, അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റും വന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ള മധ്യസ്ഥൻ്റെ പ്രാർത്ഥനയിൽ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും നാനാജാതി മതസ്ഥർക്ക് അപ്പുറമായിട്ട് ഗീവർഗീസ് പുണ്യാളൻ എന്ന് പറയുന്നത് ഒരു വികാരമായിട്ടും ആ ഒരു പ്രാർത്ഥനയുടെ മറ്റൊരു തലമായിട്ടും നമുക്കൊരു മധ്യസ്ഥനായിട്ടും നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കമൻറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേ ക്ഷമിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തീർച്ചയായിട്ടും മുൻപ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ പ്രാർത്ഥനകളും അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളും പോസ്റ്റ് ചെയ്യുവാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.